ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് VS കോഡ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, VS കോഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പൈതൺ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കണമെന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ VS കോഡ് വേണം. ഓക്കെ, അപ്പം ഒരു VS കോഡ് ചെയ്യണമെങ്കിൽ, പൈതണിന് വേണ്ടിയിട്ട് ഒരു VS കോഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് പൈതൺ സെറ്റപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ VS കോഡ് ഡൗൺലോഡ് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ആ VS കോഡിലേക്ക് പൈതണിൻ്റെ എക്സ്റ്റൻഷൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ അപ്പം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ പൈതൺ എടുത്തു. python.org കയറിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വെർഷൻ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ 3.10 ആണ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു, അപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്നാ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ VS കോഡ് അതുപോലെ തന്നെ പൈതണൊക്കെ ചെയ്ത് വെച്ചിരുന്നായിരുന്നു കേട്ടോ. അപ്പം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ദെൻ യെസ് കൊടുക്കുക, പെർമിഷൻ കൊടുക്കുക. ഓക്കെ, നമുക്ക് ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റാൾ പൈതൺ 3.10 ആണ് വേർഷൻ എന്ന് പറയുന്നത്, 64 ബിറ്റ്. എൻ്റെ കയ്യിലിരിക്കുന്ന OS എന്ന് പറയുന്നത് വിൻഡോസ് 10 ആണ്. ഓക്കെ, വിൻഡോസ് 10ന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം 64 ബിറ്റിൻ്റെ പൈതൺ 3.10 വേർഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻസ്റ്റാൾ നൗ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് പൈതൺ ഫോർ വിൻഡോസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിനക്സ് യൂസ് ചെയ്യുന്നവർക്ക് പൈതൺ ഫോർ ലിനക്സിന് വേണ്ടിയിട്ടുള്ളത് കാണും. അതുപോലെ തന്നെ മാക് OS യൂസ് ചെയ്യുന്നവർക്ക് അത് എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇതുപോലെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യല്ല, കോഡ് യൂസ് ചെയ്തുകൊണ്ട്, കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പൈതൺ ഫോർ ലിനക്സ് എന്ന് അടിച്ചു കൊടുത്താൽ അതിൻ്റെ സെറ്റപ്പ് കാണും, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആ ഒരു എന്ത് ചെയ്യുക, ആ ഒരു കമാൻഡ് കാണും, അത് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഞാൻ അറിയില്ലാത്തവർ ഒന്നുകൂടെ ഒന്ന് കമൻറ്റ് ഇടുക, ഞാൻ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു ക്ലാസ് എടുത്ത് തരാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. ഓക്കെ, കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇനി ഓൺലൈൻ ട്യൂട്ടോറിയലൊക്കെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ തന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പൈതൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ തന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും കൂടെ കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അത് നോക്കി പഠിക്കാം. അതല്ലാതെ നമുക്ക് ഞാൻ പറഞ്ഞ W3 സ്കൂൾ പോലെയുള്ള സൈറ്റുകളുണ്ട്, അവിടെ കയറിയിട്ട് ഡയറക്റ്റ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ പൈതണിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പൈതൺ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് CMD ഓപ്പൺ ചെയ്യുക, കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പൈതൺ വേർഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് PY ---- വേർഷൻ എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ ഉണ്ട്, 3.10 എന്ന് പറയുന്നത് അല്ലേ. അതല്ലെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാം, പൈതൺ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, പൈതൺ ഇൻസ്റ്റാൾ ചെയ്തു. ഇനി അടുത്തത് VS കോഡാണ് അല്ലേ. അപ്പോൾ VS കോഡിന് വേണ്ടിയിട്ട് VS കോഡ് ഡൗൺലോഡ് ചെയ്യണം. വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റ് എന്ന് പറയുന്നത് code.visualstudio.com എന്ന് പറയുന്ന സൈറ്റിൽ കയറുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലിനക്സിന് വേണ്ടിയിട്ട് വിൻഡോസ് മാക് എന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള സെറ്റപ്പ് ഫയലുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നത് വിൻഡോസ് 10ന് വേണ്ടിയിട്ടാണ്. സോ ഞാൻ വിൻഡോസ് 10ന് വേണ്ടിയിട്ടുള്ള ആ സെറ്റപ്പ് ഫയലാണ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇത് 76.2 MB നമ്മുടെ VS കോഡ് എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനൊന്ന് പോസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നാ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്നാ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സെറ്റപ്പ് എടുക്കുക. ഓക്കെ, അത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ഓക്കെ, നമുക്കിങ്ങനെ മൗസ് കൊണ്ട് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സൈസ് 76.2 MB ആണ്. പിന്നെ എന്താണ്, ഓക്കെ, ഈ കമ്പനി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ്റെ ആണ് ഈ വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കണേ. സോ യെസ് കൊടുക്കുക കേട്ടോ.
ഓക്കെ കൊടുക്കുക. ദെൻ നിങ്ങളോട് ഇവിടെ ചോദിക്കുമ്പോൾ നിങ്ങളോട് ലൈസൻസ് എഗ്രിമെൻറ്റ് ചോദിക്കും. അപ്പോൾ ഐ അക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ് കൊടുക്കുക. നെക്സ്റ്റ് ദെൻ അവർ ഡിഫോൾട്ട് ലൊക്കേഷൻ, അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് VS കോഡിൻ്റെ ഡിഫോൾട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് C ഡ്രൈവിനകത്ത് നമ്മുടെ യൂസറിനകത്ത് മൈക്രോസോഫ്റ്റ് VS കോഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫോൾഡറിലായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കാം. ഡിഫോൾട്ട് ലൊക്കേഷൻ ഇങ്ങനെ മതി. നെക്സ്റ്റ് അടിക്കുക. ദെൻ നമ്മുടെ മെനു ഫോൾഡറിൻ്റെ പേര് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്നാണ്. ഇനി നമുക്കിത് ഡെസ്ക്ടോപ്പിലേക്ക് അയക്കാനായിട്ട് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഡിഫോൾട്ടായിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പാത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇത് മതി. രജിസ്റ്റർ കോഡ് ആസ് ആൻ എഡിറ്റർ ഫോർ ദ സപ്പോർട്ട് ഫയൽ ടൈപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം അവർ റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങൾ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ബാക്കിയുള്ള അഡീഷണൽ കാര്യങ്ങളൊക്കെ എന്നെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഐക്കണായിട്ട് കാണാൻ വേണ്ടിയിട്ട് VS കോഡിൻ്റെ ഐക്കൺ കാണാൻ വേണ്ടിയിട്ട് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ദെൻ ഇൻസ്റ്റോൾ എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ സക്സസ്ഫുള്ളി ഇത് ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞു. നമ്മുടെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്തു. ഫിനിഷ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് നമ്മുടെ VS കോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ എന്ത് ചെയ്താ പൈതൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതിയ ഫോൾഡറൊക്കെ ഉണ്ടാക്കിയിട്ട് ഫയലൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്നാ ചെയ്യാം, ചെറിയൊരു കോഡൊക്കെ റൺ ചെയ്യിപ്പിച്ചിട്ട് ഒരു കോഡൊക്കെ റൺ ചെയ്യിപ്പിച്ചിട്ട് എക്സിക്യൂട്ട് ആവുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമുക്ക് നമ്മുടെ VS കോഡ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഈ ഫസ്റ്റ് കാണുന്ന ഐക്കൺ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഈ ഐക്കണാണ് നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ വരുന്നത് കേട്ടോ. ഇവിടെ നമ്മുടെ ഫോൾഡർ, അതിൻ്റെ അകത്ത് ഫയൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളുള്ള സ്പേസ് കാണിക്കും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇത് എന്തെങ്കിലും വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഴ്സ് കൺട്രോൾ എന്ന് പറയും, അതായത് നമുക്ക് എന്തെങ്കിലും ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ കൊടുക്കുന്ന ഓപ്ഷനാണിത്. അടുത്തെന്ന് പറയുന്നത് റൺ ആൻഡ് ഡീബഗ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ VS കോഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പൈതൺ എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഐക്കണാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് എനിക്ക് പൈതണിൻ്റെ എക്സ്റ്റൻഷൻ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക, പൈതൺ അടിച്ചു കൊടുക്കുക. സോ നമുക്ക് പൈതണിൻ്റെ എക്സ്റ്റൻഷൻ കാണും, പൈതൺ ഫോർ VS കോഡ് എന്ന് കാണും, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സക്സസ്ഫുള്ളി അത് ഇൻസ്റ്റാൾ ആയി. നെക്സ്റ്റ് പിന്നെ ടെസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ പവർഷെല്ലിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം ഇനി ഓരോരോ കാര്യത്തിന് വേണ്ടി നമുക്ക് ഓരോരോ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ജൂപ്പിറ്റർ ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പഠിക്കാനുള്ള ഇനി HTML എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഈ എക്സ്റ്റൻഷനുകൾ ക്ലിക്ക് ചെയ്യുക. അവിടെ വേണ്ടിയിട്ടുള്ള എന്താണ് എക്സ്റ്റൻഷൻ വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് വന്നോളൂ. എന്നിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ മതി. ഈ VS കോഡിലേക്ക് എന്ത് ചെയ്തോളും, ആ എക്സ്റ്റൻഷൻ ആഡ് ചെയ്തോളും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ നമുക്കൊരു പുതിയൊരു ഒരു ഫോൾഡറൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു പുതിയൊരു ഒരു ഫോൾഡർ പുതിയതായിട്ട് ഉണ്ടാക്കാം. അതിലേക്ക് നമുക്കൊരു ഫയലൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈ കോഡൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫയലിൽ പോകുക. ഫയലിൽ ഓപ്പൺ ഫോൾഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലൊക്കേഷനിലേക്ക് പോകും. ഇപ്പോൾ എനിക്ക് ഡിഫോൾട്ട് ലൊക്കേഷൻ ഞാൻ F ഡ്രൈവിനകത്ത് മൈ പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ലൊക്കേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക, അവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മൈ പ്രോജക്റ്റിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ പൈതൺ ലാബ് എന്ന് പറഞ്ഞ ഒരു എന്ത് ചെയ്യുക, ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അതിലേക്കാണ് ഞാൻ ഫയലൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഓരോ പൈതൺ ഫയലും ഉണ്ടാക്കിയിട്ടിട്ട് ആ പൈതൺ എന്ത് ചെയ്യുക,
റൺ ചെയ്തിട്ട് അതിൻ്റെ കമാൻഡ് റൺ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി പോകുന്നു. ഓക്കെ, അപ്പം ഞാൻ ഈ പൈത്തൺ ലാബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ നമുക്ക് ഉണ്ടാക്കണം. ഇപ്പം ഇവിടെ ഫോൾഡർ ഇല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഫോൾഡർ പൈത്തൺ ലാബ് എന്ന് കൊടുത്താലും നമ്മുടെ ഇവിടെ ഈ മൈ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ മെയിൻ ഫോൾഡറിൻ്റെ അകത്ത് ഈ പൈത്തൺ ലാബ് ഇല്ല. അപ്പോൾ ഫസ്റ്റ് പൈത്തൺ ലാബ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ മുകളിൽ ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ പോയിട്ട് എന്ത് കൊടുക്കുക, പൈത്തൺ ലാബ് എന്ന് പറഞ്ഞ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പൈത്തൺ ലാബ് സെലക്ട് ചെയ്തു, സെലക്ട് ഫോൾഡർ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ആദ്യമായിട്ട് വി എസ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇങ്ങനെ ഒരു സ്ട്രക്ചറിലായിരിക്കും കിട്ടുക കേട്ടോ, ഒരു എൻവയോൺമെൻറ്റിൽ. അത് ആദ്യമായിട്ടൊരു ഫസ്റ്റ് നമ്മുടെ വി എസ് കോഡ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമ്മളോട് ചോദിക്കും ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പാത്ത് സെറ്റ് ചെയ്യും. ഇപ്പം ഞാനിത് എപ്പോഴും ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് എപ്പോഴും ആ ഡിഫോൾട്ടായിട്ടുള്ള ഫോൾഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളോടൊരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി പറയും. ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി പറയും. ആ ഫോൾഡറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂ ഫയൽ, ഇനി ഈ പൈത്തൺ ലാബ് എന്ന് പറഞ്ഞ ഫോൾഡർ പോലെ ഒരു ഫോൾഡർ വരും. എന്നിട്ട് അവിടെ വേണമെങ്കിൽ ന്യൂ ഫയൽ ഉണ്ടാക്കണം. ഓക്കെ, .py ഏതാണ് പൈത്തണിൻ്റെ എക്സ്റ്റൻഷൻ വെച്ചിട്ട്. ഓക്കെ, അപ്പം എനിക്ക് എന്താ ചെയ്യുക, എനിക്ക് ന്യൂ ഫയൽ വേണമെങ്കിൽ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കിടക്കുന്നുണ്ടോ, ഇവിടുന്ന് ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ വേറെ ഫയൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യും. നമുക്ക് സോഴ്സ് കോഡൊക്കെ നെറ്റിൽ അവൈലബിൾ ആണല്ലേ, അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് വെച്ച് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കോഡൊക്കെ കാണാൻ പറ്റും. ഇനി വീണ്ടും വേറെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഈ അപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒരു പൈത്തൺ ലാബ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് ഒരു ന്യൂ ഫയൽ ഉണ്ടാക്കുവാണ്. അപ്പം ഞാൻ അതിന് വേണ്ടി ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പൈത്തണിൻ്റെ ഒരു സ്പേസ് കിടക്കുന്നുണ്ട്. ഇപ്പം ഇവിടെയാണ് നിങ്ങൾ കോഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ പൈത്തണിൻ്റെ ഫയൽ നെയിം കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് ലാബ് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എന്ന് കൊടുത്തു .py. ഓക്കെ, എക്സ്റ്റൻഷൻ py ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിൽ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. .py എക്സ്റ്റൻഷനുള്ള ഫയൽ ഓപ്പൺ ചെയ്ത് വരും. ദെൻ അവിടെയാണ് കോഡ് എഴുതി കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്യാനായിരുന്നു അല്ലേ. അപ്പം ഞാൻ പ്രിന്റ് അതായത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രിന്റ് സ്പേസ് പ്രിന്റ് കണ്ടോ, ഇവിടെ നോക്കിക്കേ, പ്രിന്റ് എന്ന് കൊടുത്തപ്പോൾ തന്നെ നമുക്ക് ആ ഹെൽപ്പിങ്ങിന് ആ ഒരു എന്താ ആ ഒരു കമാൻഡ് നമുക്ക് ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ലേ, അതായത് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കംപ്ലീറ്റ് കമാൻഡ് ഓർത്തിരിക്കണം എന്നില്ല. ഓക്കെ, അത് സെലക്ട് ചെയ്തു. ദെൻ ബ്രാക്കറ്റിൽ എനിക്ക് ഹലോ വേൾഡ് എന്നാണ് ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഹലോ വേൾഡ്. ഓക്കെ, അപ്പം ഇതാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെർമിനൽ ചെയ്തിട്ട് ടെർമിനലിൽ കമാൻഡ് അടിച്ചു കൊടുക്കാം. ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിൽ പൈത്തൺ സ്പേസ് ഫയലിൻ്റെ പേര് അടിച്ചു കൊടുത്തിട്ട് റൺ ചെയ്യിപ്പിച്ച് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഫയൽ റൺ ചെയ്യിപ്പിക്കാം. അതല്ല എങ്കിൽ റൺ എന്ന് കൊടുക്കുക. റൺ കമാൻഡ് അല്ല, റണ്ണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ റൺ വിത്തൗട്ട് ഡീബഗിങ് ഓപ്ഷൻ കിടക്കുന്നതുണ്ടോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഔട്ട്പുട്ട് ഹലോ വേൾഡ് എന്ന് ഇവിടെ കാണിച്ചല്ലേ. ഇനി അതല്ല കുറച്ചുകൂടി ഈസി ആയിട്ടെന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് തന്നെയാണ് ടെർമിനൽ. ഞാനിപ്പോൾ പുതിയ ഒരെണ്ണം ഓപ്പൺ ചെയ്യും കേട്ടോ. അപ്പോൾ ന്യൂ ടെർമിനൽ ഓപ്പൺ ചെയ്തു. ഡിഫോൾട്ട് ആയിട്ടുള്ള ആ ലൊക്കേഷനിലേക്ക് പൊക്കോളും. ഏത് ലൊക്കേഷനാണ്, പൈത്തൺ ലാബ് എന്ന് പറഞ്ഞ എൻ്റെ ഇപ്പോൾ എഫ് ഡ്രൈവിനകത്ത് മൈ പ്രൊജക്റ്റിനകത്ത് പൈത്തൺ ലാബ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിനകത്താണ് എന്ത് കിടക്കുന്നത്, first.py എന്ന് പറഞ്ഞ ഫയൽ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് py എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഓക്കെ, py സ്പേസ് ഫയലിൻ്റെ പേര് ഏതാ, first.py അല്ലേ. ദെൻ ഒന്ന് എൻ്റർ അടിക്കുക. കണ്ടോ, ഹലോ വേൾഡ് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അതല്ല ഇനി py കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ തന്നെ കമാൻഡ് ഈ ഒരു പാത്ത് ഇങ്ങനെ ഒരു പാത്തിലും വരും കേട്ടോ. അങ്ങനെ നമുക്ക് റൺ ചെയ്യിപ്പിച്ച് ഔട്ട്പുട്ട് കിട്ടിക്കോളൂ. അപ്പം നമുക്ക് എത്ര ഫയലുണ്ടോ അത്ര ഫയൽ നമുക്ക് റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതുപോലെ py സ്പേസ് എന്ത് കൊടുക്കാം, ./first.py അല്ലെങ്കിൽ py സ്പേസ് first.py എന്ന് കൊടുക്കാം. അതല്ലെങ്കിൽ റണ്ണ് ക്ലിക്ക് ചെയ്യുക, റൺ വിത്തൗട്ട് ഡീബഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, ഔട്ട്പുട്ട് കിട്ടിക്കോളും. ഓക്കെ,
അപ്പം ഇത്രയാണ് VS കോഡിനെ കുറിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ബേസിക് VS കോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമുക്ക് പൈതൺ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. നേരെ ഓപ്പൺ ചെയ്യുക, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മുടെ എന്ത് പറയുന്നത് ആ സ്ട്രക്ചർ കാണുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പൈതണിൻ്റെ പേരും പൈതൺ ഫയലിൻ്റെ പേരും അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വന്നോളൂ ആ കോഡും വന്നോളും കേട്ടോ. പിന്നെ നമുക്ക് എക്സ്റ്റൻഷൻ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്നും കിട്ടും കേട്ടോ. ഇവിടെ നിന്ന് ഹെൽപ്പ്, ടെർമിനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പുതിയ ഫയൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫയൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ഫയൽ അല്ലെങ്കിൽ ഓപ്പൺ ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുക, റൺ ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ കോഡ് മീൻസ് നമ്മുടെ പൈതൻ്റെ ബേസിക് ആയിട്ടുള്ള കമാൻഡും കാര്യങ്ങളും പഠിച്ചു തുടങ്ങാം. എന്നിട്ട് ചെറിയ ചെറിയ പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ.